കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കും ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പകലും ഈ രാത്രിയിലുമായി എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചതിനുള്ള പ്രത്യേകമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ സഭയുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞാൻ മനസ്സിലാക്കുന്നത് കേവലം വ്യക്തിപരമായി ചിലരുടെ വിടുതലുകളെക്കാൾ അപ്പുറത്ത് ഞാൻ കാണുന്നത് ഈ നാടിൻ്റെ വിടുതലാണ് കാണുന്നത്. ഈ സമൂഹത്തിൻ്റെ വിടുതലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവജനത്തിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ദൈവം കേട്ട്, ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞതുപോലെ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള നിലവിളി ഞാൻ കേട്ടു അവരുടെ സങ്കടം പറഞ്ഞ് അവരെ വിടിവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രിയിൽ അവിടുത്തെ സാന്നിധ്യമായി ഇറങ്ങി വരട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കഴിഞ്ഞ രാവിലെ നമ്മൾ വായിച്ച അതേ കുറിവാക്യം തന്നെ ഇന്ന് രാത്രിയിൽ നമ്മൾ അല്പസമയത്തേക്ക് ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ വായിക്കുകയാണ്. ഫിലോമോൻ്റെ ലേഖനം 15-16 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. അല്പകാലം വേർപെട്ടു പോയത് അവന് സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് തന്നെ. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. നമ്മുടെ കണ്ണുകളെ ഒരിക്കൽ കൂടെ അടച്ച് നമ്മുടെ തലകളെല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ വണക്കി നാം ഇതുവരെയും പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് രാത്രി വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ ഓരോരുത്തരുടെ മേലും അയക്കേണ്ടതിനായി മനസ്സ് തുറന്നൊരൽപ്പ നിമിഷങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ തിരുസന്നിധിയിൽ കടന്നു വരുന്നപ്പാ, ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഞങ്ങളുടെ മേലുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുത്തണമേ. അവിടുത്തെ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷികമായതൊന്നും ഞങ്ങൾക്ക് വേണ്ട, പൈശാചികമായതൊന്നും വേണ്ട കർത്താവേ. പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പുള്ളൊരു ദൈവശബ്ദത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്കുമായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. അവിടുന്ന് അങ്ങനെ തന്നെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഭാഗികമായും പൂർണ്ണമായും ഉപവസിക്കുന്ന അവിടുത്തെ ദാസന്മാരെ അവരുടെ ശാരീരികമായും ആത്മീകമായും മാനസികമായും ദൈവം ബലപ്പെടുത്തണം. അവരുടെ അവസ്ഥകൾക്ക് ദൈവം പരിഹാരം വരുത്തണം. ഒരാത്മീയ ഉറവ ഇന്ന് രാത്രി പൊട്ടിപ്പുറപ്പെടുന്നൊരു രാത്രിയായി തീരാൻ സ്വർഗം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുമേനി മഹത്വം എടുക്കണം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും ഈ രാത്രി ഇറങ്ങി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ വായിച്ച തിരുവചന ഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അതിൻ്റെ ആമുഖമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ രാവിലെ വളരെ വിസ്തരിച്ച് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിൽ അതിൻ്റെ ആമുഖമോ മറ്റൊന്നും ഞാൻ പറയുന്നില്ല. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒനോസിമോസിനെ ദൈവം സന്ദർശിച്ചപ്പോൾ ഒനോസിമോസ് ഒരു പാപിയായി, ഒരു കള്ളനായി, അല്ലെങ്കിൽ മോഷ്ടാവായി, ഒരു ക്രിമിനൽ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയെങ്കിലും പൗലോസുമായിട്ടുള്ള തൻ്റെ സഹവാസം തന്നിലൊരു പുതിയ മനുഷ്യനായി അവനെ രൂപപ്പെടുത്തി. ഒരു ദൈവത്തിൻ്റെ പൈതലായി തിരിച്ചു വരുന്ന ഒരു വെളിപ്പാടാണ് കഴിഞ്ഞ പകലിൽ നമ്മൾ പങ്കുവച്ചത്. അത് 2 വീടുമായി ബന്ധപ്പെട്ട്, 2 പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ രാവിലെ നിങ്ങളോട് അല്പസമയം സംസാരിച്ചത്. ദൈവം ഒരു മനുഷ്യനെ വ്യത്യാസപ്പെടുത്തിയാൽ, ദൈവം ഒരുത്തനെ രൂപാന്തരപ്പെടുത്തിയാൽ, എങ്ങനെയാണ് ആ രൂപാന്തരപ്പെട്ടവനെ അറിയുന്നത്? എങ്ങനെയാണ്? അതിന് 2-3 കാര്യങ്ങളുണ്ട്. അത് വേഗത്തിൽ ഞാനൊന്ന് പറഞ്ഞിട്ട് എനിക്ക് ദൈവം ഏൽപ്പിച്ചൊരു ചെറിയ ദൂതിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ദൈവം ഒരുവനെ സന്ദർശിച്ച് അവനിലൊരു മാറ്റമുണ്ടായാൽ ആ മാറ്റം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് കാണാനായി കഴിയും. അതിന് ഉത്തമ ഉദാഹരണമാണ്
ഒനോസിമോസ്. ഞാൻ രാവിലെ പറഞ്ഞു. ആ ഒനോസിമോസിനെ കുറിച്ച് ഫിലമോന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, അവനെ വിട്ടയക്കാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. കാരണം അവനെ ഞാൻ കാണുന്നത് ഒരു ക്രിമിനലായിട്ടാണ് അവനെ കണ്ടതെങ്കിലും അവൻ ഇന്ന് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സഹോദരനാണ്. അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുക്കലേക്ക് അവനെ പറഞ്ഞയക്കുന്നത് ദാസനായിട്ടല്ല, ഞാൻ അവനെ പറഞ്ഞയക്കുന്നത് എൻ്റെ കൂട്ട് സഹോദരനായി, ഒരു നല്ല സഹോദരനായി ഞാൻ അവനെ നിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവിക സന്ദർശനം അവനിലുണ്ടായപ്പോൾ അവനിലുണ്ടായ മാറ്റം വലിയ മാറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് 21 ദിവസത്തെ ഈ പ്രാർത്ഥനയുടെ 17ാമത്തെ രാത്രിയിൽ ദൈവിക സന്ദർശനം ഒരുവൻ്റെ മേൽ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, ദൈവിക സന്ദർശനം ഉണ്ടായാൽ കൈയടിക്കുന്നത് മാത്രമല്ല, കൈയടിക്കുന്ന എല്ലാവർക്കും കൈയടിക്കാം. സ്തോത്രം. ഒരു ക്രിക്കറ്റ് താരം 6 അടിച്ചാലും ആളുകൾ ടി വിയുടെ മുമ്പിലിരുന്ന് കൈയടിക്കും. ഒരു ഫുട്ബോൾ പ്ലെയർ അദ്ദേഹം ഒരു ഗോൾ അടിച്ചാൽ ഇവിടെ ഇരുന്ന് കൈയടിക്കും. കയ്യടി അല്ല പ്രധാനം, അവൻ്റെ ജീവിതമാണ് ഏറ്റവും പ്രധാനം. കയ്യടി കണ്ടോ സ്തുതി കണ്ടോ ഒരുവൻ്റെ ആത്മീയ ജീവിതത്തെ അളക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അവൻ രൂപാന്തരം വന്നോ എന്നറിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ 2 ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു വ്യക്തിയിൽ ദൈവിക സന്ദർശനമുണ്ടായി, അവനിൽ ദൈവിക സന്ദർശനമുണ്ടായ ഒരു മാറ്റം ഉണ്ടായാൽ വചനം പറയുന്നത് മാനസാന്തരത്തിന് തക്ക യോഗ്യമായ ഫലം അവനിൽ ഉണ്ടാകും. തക്ക യോഗ്യമായ ഫലമുണ്ടാകും. എന്താണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം തുടങ്ങി ഇന്ദ്രിയ ജയത്തിൽ അവസാനിക്കുന്ന 9 വിശേഷ ഗുണങ്ങളുള്ള 9 വിധ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് തിരുവചനത്തിൽ വായിക്കുന്നത്. മാനസാന്തരപ്പെട്ടോ അവൻ്റെ നാവ് മാനസാന്തരപ്പെടും, അവൻ്റെ കൈകാലുകൾ മാനസാന്തരപ്പെടും, അവൻ്റെ സ്വഭാവം മാനസാന്തരപ്പെടും, അവൻ്റെ നോട്ടം മാനസാന്തരപ്പെടും, അവൻ്റെ ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും ആ മാനസാന്തരം ഉണ്ടാകും. അതാണ് ദൈവിക സന്ദർശനത്തിൽ ഒരുവനുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒന്ന്, മാനസാന്തരത്തിന് തക്ക യോഗ്യമായ ഫലം അവനിലുണ്ടാകും. രണ്ടാമത് അവനെ തിരിച്ചറിയുന്നത്, മാനസാന്തരപ്പെട്ടവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സ്നാനപ്പെടാത്തവനാണെങ്കിൽ അവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനപ്പെടും. അപ്പം ചിലർക്ക് ഈ സ്നാനം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പല വിധത്തിലാണ് പലരും ചിന്തിക്കുന്നത്. ചിലർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം, സാമ്പത്തികമായ വിടുതലുകൾ കിട്ടണം, പിന്നെ ശാരീരികമായ വിടുതൽ കിട്ടണം, മനസ്സമാധാനമൊക്കെ കിട്ടണം, സ്വസ്ഥമായി ജീവിച്ചു പോകണം എന്നേ ഉള്ളൂ. പലർക്കും സ്വർഗത്തിൽ പോകണം എന്നില്ല. സഹോദരങ്ങളെ, ഇവിടെ പ്രാർത്ഥിക്കുന്ന രോഗശാന്തി പ്രാർത്ഥനയും ഭൂതശാന്തി പ്രാർത്ഥനയും ഇപ്പോൾ ഒരു സഹോദരി സാക്ഷി പറഞ്ഞ് നമ്മൾ കേട്ടു. ഒരു അക്രൈസ്തവയായ ഒരു സഹോദരി, അവളിൽ ദൈവം പ്രവർത്തിച്ച പ്രവൃത്തി മുഖാന്തരം അവളെടുത്ത തീരുമാനത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയ തീരുമാനമല്ല എടുത്തിരിക്കുന്നത്. ഒരായുസ് മുഴുവനും ഇനിയുള്ള കാലം അന്യദേവന്മാരെ സേവിക്കാതെ സത്യദൈവത്തെ ആരാധിക്കാമെന്ന് ഒറ്റ രാത്രി കൊണ്ട് വെളിപ്പെടുത്തിയ ദൈവം. അപ്പോൾ ആ വെളിപ്പെടുത്തിയ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, അവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. കാലങ്ങൾക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവിക വിടുതൽ പ്രാപിച്ചവർ, ഇനിയും നിങ്ങൾ സ്നാനത്തിന് സമയം ദീർഘിപ്പിക്കരുത്. ഞാൻ കർത്താദാസനോട് രാവിലെ ഞാൻ ചോദിച്ചു, ആരെങ്കിലും സ്നാനപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു 7-8 പേര് സ്നാനപ്പെടാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പ്രിയരെ, ദൈവത്തിൻ്റെ കൃപയിൽ സ്നാനപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. ഞാൻ സാധാരണ പറയും, വിശ്വാസമുണ്ടെങ്കിൽ രോഗശാന്തി കിട്ടും. പക്ഷെ വിശുദ്ധിയും പ്രമാണത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതമുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, ദൈവത്തിന് മുഖം കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെയും ഈ കണ്ണുനീരിൻ്റെയും ഈ ചെലവെല്ലാം ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഒരു പനി മാറുകയോ ഒരു വയറുവേദന മാറുകയോ മാത്രമല്ല ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതെല്ലാം ഇതിൻ്റെ സൈഡിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുവൻ പള്ളിയിൽ വരുമ്പോഴല്ല അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. അവൻ രക്ഷിക്കപ്പെട്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അവൻ ജലസ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് അവൻ പൊങ്ങുമ്പോൾ അവൻ്റെ പേര് നീ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ യേശുപ്പച്ചൻ എഴുതി വയ്ക്കുകയാണ്. അവനാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അവന് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കണം, മാനസാന്തരത്തിന്
തക്ക യോഗ്യമായ. അപ്പം ദൈവിക സന്ദർശനം ഉണ്ടായാൽ ആ വ്യക്തിയിൽ ഒരു മാനസാന്തരം ഉണ്ടാകും. മാനസാന്തരം ഉണ്ടാകുന്നവൻ ഈ പ്രമാണത്തിന് ഒത്തവണ്ണം അവൻ്റെ ജീവിതത്തെ സമർപ്പിക്കാനിടയാകും. അതാണ് സ്നാനം. സ്നാനപ്പെട്ടവരെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. രാവിലെ ഞാൻ പറഞ്ഞു, ഒരു പവിത്രമായ ഒരു ജീവിതം ഉണ്ടാകണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടിട്ട് വീണ്ടും പണ്ടത്തെ സ്വഭാവം, പണ്ടത്തെ തരികടകൾ, പണ്ടത്തെ പ്രവൃത്തിയുമായിട്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ കർത്താവ് തിരുവചനം പറയുന്നു, അവിടുത്തെ വായിൽ നിന്ന് അവനെ ഉമിഴ്ന്നുകളയും. ശരിക്കുള്ള മലയാളം പറഞ്ഞാൽ അവനെ തുപ്പിക്കളയും എന്ന അർത്ഥത്തിലാണ് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ വിനീതമായി ദൈവസഭയോട് ഞാൻ പറയട്ടെ, ദൈവജനത്തോട് പറയട്ടെ, ദൈവിക സന്ദർശനം ഉണ്ടായോ അതിന് ഒത്തവണ്ണമുള്ളൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ജീവിതത്തിൽ മാറ്റമുണ്ടായാൽ അവനിൽ അസാധാരണമായ ദൈവപ്രവർത്തികളെ ദൈവം അയക്കാൻ വേണ്ടി തുടങ്ങും. വളരെ പ്രാർത്ഥനയോടിരിക്കണം. ഒരു അല്പസമയം എല്ലാവരും വളരെ പ്രാർത്ഥനയോടിരിക്കണം. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ. അപ്പം ഈ വിധത്തിൽ ദൈവിക സന്ദർശനം ഉണ്ടായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടായാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ സംഗതികൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതിനെ 1, 2 എന്ന ക്രമത്തിൽ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ കൂടി 3.5 വർഷക്കാലം. ഒടുവിൽ നമ്മൾ വായിക്കുന്ന യേശുവിൻ്റെ ക്രൂശീകരണ വേള വന്നപ്പോൾ താൻ പുതച്ചിരുന്ന പുതപ്പും ഇട്ടിട്ട് യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് അർത്ഥനഗ്നനായി ഓടിപ്പോയൊരു മനുഷ്യനാണ് യോഹന്നാൻ. പക്ഷേ ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ് യേശു യോഹന്നാനെ ഒന്ന് തൊട്ട് അവൻ്റെ തോളത്തൊന്ന് കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കൂടെ നിന്നവരിൽ ചിലർ ചോദിച്ചു, ഇവൻ എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? നിന്റെ കഷ്ടത വന്നപ്പോൾ ഇട്ടേച്ച് പോയവനല്ലേ, ഇവൻ എങ്ങനെ നിനക്ക് ചുമക്കാൻ പറ്റും എന്ന് ചോദിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, അവൻ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതൊക്കെ ശരിയാണ്, ചേർന്ന് നടക്കുന്നതൊക്കെ ശരിയാ, ഒട്ടി നടക്കുന്നതൊക്കെ ശരിയാ, പണ്ട് ക്രൂശീകരണ വേളയിൽ ഇട്ടിട്ട് ഓടിയവനാണ്, ഇവൻ്റെ അവസ്ഥ എന്താകും എന്നാണ് ചിലർക്ക് ചോദ്യം. യോഹന്നാൻ എന്ത് സംഭവിക്കുമെന്ന് കാണാനാണ് ചിലർക്ക് ആശ്ചര്യം. അവനെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ അവന് താല്പര്യമില്ല. യോഹന്നാൻ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ചിലർ കാത്തിരിക്കുകയാണ്. അടുത്ത് യേശു അപ്പച്ചൻ്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശു അവരോട് പറഞ്ഞു, അവൻ എൻ്റെ വരവോളം ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്ക് എന്താടാന്ന് ചോദിച്ചു. ഓക്കെ, ഈ ചോദിച്ചവൻ ആരാ? ഈ ചോദ്യം ചോദിച്ച പുള്ളി ആരാ? കൂടെ ഉള്ളവനാ ചോദിച്ചത്, നാട്ടുകാരനല്ല ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. നമ്മളോട് ഈ ചോദ്യങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് അന്യരൊന്നും അല്ല, അകത്തുള്ള പുള്ളികളായി ഈ കുത്തിത്തിരിപ്പും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അവനോട് ദൈവാത്മാ പറഞ്ഞു, എടാ ഇവൻ എൻ്റെ കൂടെ ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താ? ഇന്ന് രാത്രി ചില മാനുഷിക ചോദ്യങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ 17ാമത്തെ രാത്രി നിന്റെ കുടുംബത്തോടും നിന്നോടും നിന്റെ മക്കളോടുമുള്ള പിശാചിൻ്റെ ചില അവഗണനയുടെ ചോദ്യങ്ങൾക്ക് യേശുപ്പച്ചൻ ഇന്ന് രാത്രി തൊട്ടൊരു മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്ക. അവനോട് പറഞ്ഞു, നിനക്ക് നിന്റെ അര തന്നെ ഉടുക്കാൻ കഴിയാത്തൊരു ദിവസം വരും. മറ്റൊരാൾ നിന്റെ അര ഉടുത്തു തരേണ്ട സ്ഥിതി ഉണ്ടാകും. നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് നിന്നെ കൊണ്ടുപോകുന്നൊരു സ്ഥിതി ഉണ്ടാകും. ഇന്ന് രാത്രി അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവം ഒരുത്തനെ മാനിക്കാൻ തീരുമാനിച്ചാൽ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് യോഹന്നാൻ. ഈ യോഹന്നാൻ കാരാഗൃഹത്തിലായി. ഒരു ചരിത്രം ബൈബിളിനകത്ത് എഴുതപ്പെട്ടിട്ടില്ല, പക്ഷെ അല്ലാതെ ഒരു ചരിത്രത്തിൽ യോഹന്നാനെ തിളച്ച എണ്ണയിലോ തിളച്ച വെള്ളത്തിലോ ഇട്ടു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഒരു ആമേൻ പറയാമോ? ആമേൻ, ഹല്ലേലൂയ. തിളച്ച വെള്ളത്തിലോ തിളച്ച എണ്ണയിലോ ഇവനെ ഇട്ടു എന്നാണ്. പക്ഷേ ചരിത്രം പറയുന്നത് ഈ തിളച്ച എണ്ണയ്ക്കോ വെള്ളത്തിനോ ഇവനെ ഒന്നും ചെയ്യാൻ, പൊള്ളിക്കാൻ പറ്റിയില്ല, ഫ്രൈ ആക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ തീക്കകത്ത് ഈ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഈ ശോധന എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ്, അല്ലേ? അല്ലേ? ശോധന എന്ന് പറയുന്നത് വലിയൊരു വല്ലാത്തൊരു സംഭവം അല്ലേ? അല്ലേ? ഈ
ചിലര് ശോധനയിൽ പെട്ടു, ചിലര് ശോധനയിൽ നീന്തി കയറി. ഈ എണ്ണയ്ക്കകത്തോ തിളച്ച വെള്ളത്തിനകത്തോ ഇട്ടിട്ടും അവൻ ഫ്രൈ ആകാതെ വന്നപ്പോൾ ഈ ശിക്ഷ നടപ്പിലാക്കാൻ പോയ ഭരണകൂടത്തിനൊരു ഭയമുണ്ടായി. അപ്പൊ പിന്നെ ഇവനെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത ഇവർക്കുണ്ടായി. അപ്പൊ എന്ത് പറ്റിയെന്നറിയാമോ? ഇവനെ നാട് കടത്താൻ ഭരണകൂടം തീരുമാനിച്ചു. കുഞ്ഞുങ്ങളെല്ലാവരും ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഭരണകൂടം തീരുമാനിച്ചു, ഒരു എന്താ പറയുക, ഇവനൊന്ന് നാട് കടത്താൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഇനി എവിടെ നാട് കടത്തും എന്നുള്ളതാണ് അടുത്ത ചിന്ത. ആ ചിന്ത അവരെ കൊണ്ടുപോയി എത്തിച്ചത് ഒരു പക്ഷി തൻ്റെ സങ്കേതത്തിൽ നിന്നും പറന്നാൽ എത്താത്ത അത്ര ദൂരത്തിന് കടലുകളുടെ ഇടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഊഷറ ഭൂമിയിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരാണ് പത്മോസ് എന്ന് പറയുന്ന ദ്വീപ്. ആമേൻ, ആമേൻ. അപ്പൊ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ അവരെ ഈ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്ക് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ ചിന്ത എല്ലാ പിടിവള്ളിയും പോയെന്നാണ്. എന്നോട് ചേർന്ന് എത്ര പേര് ആമേൻ പറയും? ദൈവം അറിയാതെ ഈ തലയിൽ നിന്നൊരു തലമുടി പോലും നിലത്ത് വീഴത്തില്ലെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ദൈവം അറിയാതെ ഒരു ദോഷം വരത്തില്ല. അങ്ങനെ ദോഷം വരണമായിരുന്നെങ്കിൽ എന്നേ വരേണ്ട സമയം കഴിഞ്ഞു, അല്ലേ? വരുത്താൻ പിശാചും മനുഷ്യനും നോക്കിയിട്ടും വരാതിരുന്നത് ദൈവത്തിൻ്റെ കൃപയല്ലേ? അപ്പൊ ഇന്ന് രാത്രി ദൈവസഭ, ദൈവത്തിൻ്റെ ജനം വളരെ ആധികാരികമായി മനസ്സിലാക്കണം, ദൈവം അറിയാതെ ഒരു ദോഷവും നമുക്ക് വരികയില്ല. അപ്പൊ പത്മോസിലേക്ക് പോയ ഒരാളും ഇന്നുവരെ ആരോഗ്യത്തോടെ തിരിച്ച് വന്നിട്ടില്ല, ആയുസ്സോടെ ഒരാളും വന്നിട്ടില്ല. കാരണം ആ ദ്വീപെന്ന് പറയുന്നത് ഒന്ന് ശുദ്ധജലമില്ലാത്ത ഒരു സ്ഥലം, രണ്ട് പുറലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥലം, മൂന്ന് ഒരു ടൂറിസ്റ്റുകളും പോകാത്ത ഒരു സ്ഥലം. വല്ല 5 വർഷമോ 10 വർഷത്തിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ടുപോയി അവിടെ ഇട്ടാൽ അവൻ അവിടെ കിടന്ന് ചത്ത് ആ മണ്ണോട് ചേർന്ന് ഉണങ്ങിയ ചില അസ്ഥികൾ മാത്രമേ ഒരുപക്ഷെ ആ മണ്ണിൽ കാണൂ. അതാണ് ഈ സ്ഥലത്ത് പത്മോസിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ തിരുവചനം പറയുന്നു, പത്മോസിലേക്ക് അവനെ കൊണ്ടുപോയി ഇട്ടു. ഇന്നലകളിൽ പല പ്രതികളെയും കൊണ്ടിട്ട് അതേ ലാഘവത്തോടെ ഇവനെയും അവിടെ കൊണ്ടുപോയിട്ടു. പക്ഷേ ഇത് ഇനം വേറെയാണെന്ന് കൊണ്ടുപോയവൻ അറിഞ്ഞില്ല, ഇത് വിധിച്ചവൻ അറിഞ്ഞില്ല, അറസ്റ്റ് ചെയ്തവൻ അറിഞ്ഞില്ല. ഇത് ഇനം വേറെയാ. മുറിച്ചിട്ടാലും കൂടുന്ന ഇനമാണിത്. ദൈവകൃപയുള്ള പെന്തക്കോസ് സഭയെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു സംവിധാനമല്ല. ഇതിനകത്ത് അടവ് കാണിച്ച് നിൽക്കാം, അഭിനയിച്ചും നിൽക്കാം, വിശുദ്ധി നടിച്ചു നിൽക്കാം, അശുദ്ധനായിട്ടും ഇരിക്കാം. പണ്ടത്തെ പോലെ ഒറ്റ രാത്രി കൊണ്ട് ആരെയും ദൈവം വെട്ടി കീറുകയൊന്നും ചെയ്യുന്നില്ല. കൃപായുഗമായതുകൊണ്ട് കയർ നീട്ടി വിട്ടിരിക്കുന്നതുകൊണ്ട് ആർക്ക് കളിക്കാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇത് പെന്തക്കോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരുത്തൻ സ്ഥാപിച്ച ഏടാകൂടല്ലിത്. 33.5 വയസ്സുകാരന്റെ ശങ്കിലെ ചോരയുടെ വിലയാണ് ദൈവത്തിന്റെ സഭ. ഉടാധരാധനാധികാരി യേശുവിന്റെ നാമത്തിൽ 33.5 വയസ്സുകാരന്റെ ശങ്കിലെ ചോരയുടെ വിലയാണ് ദൈവത്തിന്റെ സഭ. ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ, ആരാധിച്ചു തുടങ്ങട്ടെ. ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ആളിക്കത്തുന്ന രാത്രിയായി മാറാൻ. ഈ പത്മോസിലേക്ക് യോഹന്നാനെ കൊണ്ടിട്ടപ്പോ ഇട്ടവന് മനസ്സിലായില്ല ഇത് ഇനം വേറെയാണ്. കാരണം അവന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത് ഭൂതാത്മാവോ മനുഷ്യാത്മാവോ അല്ല, 33.5 വയസ്സുകാരന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് അവന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ചെന്നിട്ട് തെക്കോട്ട് നോക്കി വടക്കോട്ട് നോക്കി, ദൈവമേ നീ എങ്കിലും എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പരിതപിക്കുന്ന യോഹന്നാനെ അല്ല നമ്മൾ കാണുന്നത്. കൊണ്ടിട്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോ കർത്തൃ ദിവസം വന്നു, വിശുദ്ധ ദിവസം വന്നു. എനിക്കിനി പ്രാർത്ഥന വേണ്ട, എനിക്കിനി ആരാധന വേണ്ട, എനിക്കിനി അന്യഭാഷ വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരെ അല്ല നമ്മൾ കണ്ടത്. കർത്തൃ ദിവസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലും അടക്കുന്ന ഒരു യോഹന്നാനെയാണ് നമ്മൾ കണ്ടത്. ആരുമില്ലെങ്കിലും, ഒരാളിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും, ഇത്രയും ആളും ആരവാരമൊന്നും ഇല്ലെങ്കിലും,
ഒറ്റയ്ക്കാണ് വീട്ടിലായിപ്പോയാലും മറ്റൊരു സ്ഥലത്ത് അകപ്പെട്ടു പോയാലും കർത്തൃ ദിവസത്തിൽ മുഴങ്കാലും മടക്കുന്ന നിനക്ക് വേണ്ടി, കൂട്ടത്തിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും മുഴങ്കാലും മടക്കുന്നവന് വേണ്ടി തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ടെന്ന് ഈ രാത്രി ദൈവസഭ അറിയണം. ദൈവസഭ ഇന്ന് രാത്രി അറിയണം. ദൈവജനം ഇന്ന് രാത്രി അറിയണം. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സഭയെ ഇന്ന് രാത്രി ദൂത് ഗ്രഹിച്ച് ഇന്ന് രാത്രി സ്തുതിച്ചു തുടങ്ങട്ടെ. കർത്തൃ ദിവസത്തിൽ അവൻ മുഴങ്കാലും മടക്കി. മുഴങ്കാലും മടക്കിയവന്റെ അടുക്കൽ ദൂതനെ അയക്കുകയായിരുന്നില്ല. അവൻ ആത്മാവിൽ നിറഞ്ഞു, ആത്മവിവശനായി ദൈവത്തെ സ്തുതിക്കുമ്പോ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് ഇരുന്നതെങ്കിലും കൂട്ടിനൊരാൾ കൂടി ഇറങ്ങി വന്നു. എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണെന്ന് അറിയാമോ? ദൈവത്തിന് വേണമെങ്കിൽ ദൂതനെ അയക്കാമായിരുന്നു, അല്ലേ? ദൂതനല്ല, ദൂതന്മാരെ അയക്കാമായിരുന്നു. പക്ഷെ എൻ്റെ ദൈവം ദൂതനെയോ ദൂതന്മാരെയോ അയച്ചില്ല. പകരം അറുക്കപ്പെട്ട കുഞ്ഞാളായവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ നടുവിൽ, നിന്റെ തീച്ചൂളയുടെ നടുവിൽ, ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് വിടാത്തൊരു ദൈവം, ഒറ്റയ്ക്ക് ഉപേക്ഷിക്കാത്തൊരു ദൈവം, മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും നിന്നെ ഒറ്റയ്ക്കാക്കാത്തൊരു ദൈവം. ആ കർത്തൃ ദിവസത്തിൽ കർത്താവ് നേരിട്ട് അവൻ്റെ അടുക്കൽ ഒന്ന് ഇറങ്ങി വന്നു. അവൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. ആ പത്മോസിന്റെ ഭീകരത കണ്ട് യോഹന്നാൻ പേടിച്ചില്ല. പേടിച്ചോ? ആശയം ഉണ്ടായോ? ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കഴിച്ചോ? എപ്രാളം പരവേശം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കഴിക്കാനും കുടിക്കാനും ഇല്ലാത്ത അവസ്ഥയെ ഓർത്ത് അവനൊന്നും തോന്നിയില്ല. പക്ഷേ യേശുക്രിസ്തു അവിടുത്തെ മഹിമയോടെ ഇറങ്ങി വന്നപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ബലമൊക്കെ ക്ഷയിച്ചു, അങ്ങ് ഇതായി. കർത്താവിനെ തൊട്ടു, പറഞ്ഞു ഭയപ്പെടണ്ട. ഇനി ഞാനതിനെ ഒത്തിരി വിശദീകരിച്ച് വലിച്ചു നീട്ടി പറയുന്നില്ല. ഈ യോഹന്നാനെ ദൈവം ഒരു നിശ്ചിത കാലം പത്മോസിൽ താമസിപ്പിച്ചു. ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ശരിയല്ലേ? ആമേൻ. ലോകത്തിന്റെ എല്ലാ ഗതികളെയും മാറ്റിമറിച്ച പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകം എഴുതാൻ ദൈവം ഇവനെ മുൻകൂട്ടി കണ്ടിട്ട്, ഈ വെളിപ്പാട് എഴുതുമ്പം കൊച്ചു കടന്നിട്ട് പാപ്പാ എന്ന് വിളിക്കാൻ പാടില്ല. ഭാര്യ വിളിച്ചിട്ട് മീൻ വാങ്ങുന്നില്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. അമ്മ വിളിച്ചിട്ട് നീ എവിടെടാ എന്ന് ചോദിക്കാൻ മനസ്സമാ സ്വത്തമായിട്ടിരുന്ന് എഴുതണ്ടേ? കാരണം ഇതൊരു കാവ്യം എഴുതുകയല്ല, ഒരു പാട്ട് എഴുതുകയല്ല, ഒരു ആർട്ടിക്കൽ എഴുതുകയല്ല. ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന യമകണ്ഠം വെളിപ്പാടാണ്. അതിനൊരു ഏകാഗ്രത വേണം, അതിന് സ്വസ്ഥത വേണം, അതിനൊരു അന്തരീക്ഷം വേണം. ആത്മാവിടയ്ക്കൊക്കെ സ്വർഗത്തിലൊക്കെ കൊണ്ടുപോകും. പ്രാരാബ്ധങ്ങൾ കടന്നാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വെളിപ്പാട് കൈമാറാൻ ദൈവം യോഹന്നാന് വേണ്ടി ഒരുക്കിയത് പത്മോസാണ്. ആ പത്മോസിൽ കൊണ്ടിരുത്തി ദൈവം വെളിപ്പാടൊക്കെ കൊടുത്തു. സ്തോത്രം പറയാനുള്ളൊരു വെളിപ്പാട് ചിന്ത പറയട്ടെ. എൻ്റെ ഭാവനയാണ്, പുസ്തകത്തിനകത്ത് എഴുതിയിട്ടൊന്നുമില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ കൊണ്ടിട്ടതിലും ഈ കൊണ്ടുപോയപ്പോൾ കണ്ട വിശ്വാസികളുണ്ട്, കൂട്ട് വേലക്കാരുണ്ട്. അവരെല്ലാവരും വിചാരിക്കുന്നത് യോഹന്നാൻ തീർന്നു, യോഹന്നാൻ്റെ കാര്യം തീരുമാനമായി, ഇനി യോഹന്നാനെ കാണാൻ പറ്റത്തില്ല, അങ്ങ് ചെല്ലുമ്പോൾ കാണാം. നമ്മൾ ഈ ശവസംസ്കാര വേദി പറയുന്നത് പോലെ നമ്മൾക്ക് സ്വർഗത്തിൽ ചെന്ന ഒരു ദിവസം തേജസ്സോടെ കാണാം. അങ്ങനെ എല്ലാവരും തേജസ്സോടെ കാണാൻ വേണ്ടി ഇരിക്കുമ്പോൾ യോഹന്നാൻ ഒരു പുസ്തകം വെച്ചുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ചിന്തിച്ചു നോക്കൂ. ഈ പോയ വണ്ടി നിർത്തി റിട്ടേൺ വന്നിട്ട് നോക്കി, സൂക്ഷിച്ചു നോക്കി, ചരിഞ്ഞു നോക്കി. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, എത്തി ഒളിഞ്ഞും ചരിഞ്ഞൊന്നും നോക്കണ്ട, നീ ഉദ്ദേശിച്ച ആള് തന്നെ ഞാൻ. അതെന്താണ് ഇവർക്ക് ആശ്ചര്യം വന്നെന്നറിയാമോ? ഇന്നു വരെ ആ പത്മോസിൽ പോയ ഒരാൾ ജീവനോട് തിരിച്ച് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ജീവനോടിരിക്കുന്നു എന്നുള്ള ചിന്ത എല്ലാവർക്കും പോയി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യാശയോടെ അവിടെ ചെല്ലുമ്പോൾ യോഹന്നാനെ കാണാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം പുസ്തകം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഉമ്മർ ഞെട്ടി. എന്നിട്ട് ചോദിച്ചു, ഉപദേശിയാരെ കക്ഷത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചവൻ പറഞ്ഞു, ഇത് വെളിപ്പാടാണ്. ഇത് വെളിപ്പാടാണ്. ഏതൊരു മനുഷ്യൻ്റെയും പാടുന്ന വെളിപ്പാടാണ്. വെള്ളസിംഹാസനത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. ഭൂമിയിലെ 7 സഭകളെക്കുറിച്ചുള്ള സഭയുടെ അവസ്ഥയെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. നാളെ ഒഴുകാൻ പോകുന്ന നടക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള വെളിപ്പാടാണ്. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തവനെ പവിത്രമായ സ്വർഗം വിഭാവന ചെയ്യുന്നതിന് വെളിപ്പാടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദുഷ്ടപിശാച്, ആളുകളെ ദ്രോഹിക്കുന്ന പിശാച്, അകാലത്ത് രോഗികളാക്കുന്ന, മനുഷ്യനെ രോഗിയാക്കുന്ന പിശാച്, കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പിശാച്, തലമുറയെ വഴിതെറ്റിക്കുന്ന പിശാച്, കുടുംബത്തെ കലഹുമാറാക്കുന്ന പിശാച്, ദൈവസഭയെ വളരാതെയാക്കുന്ന പിശാച്, ആത്മാക്കളെ വരാതെയാക്കുന്ന പിശാച്, വരുന്നവരെ നിലനിൽക്കാതെ ആക്കുന്ന പിശാച്, ആ പിശാചിനെ ചങ്ങലക്കിടുന്ന വെളിപ്പാട്. ഗ്ലോറി. ആ പിശാചിനെ ചങ്ങലക്കിടുന്ന വെളിപ്പാട്. ആ പിശാചിനെ ചങ്ങലക്കിടുന്ന വെളിപ്പാട്. കൊടുങ്കാറ്റിന്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഉമ്മറപ്പള്ളിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാറാക്കുന്ന ദൈവശക്തിയാ ഇന്ന് രാത്രി അടിയന്റെ യോഗ്യത നോക്കാതെ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. ചില നാവിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി അഭിഷേകത്തിന്റെ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിച്ച്, അന്യഭാഷയുടെ ശക്തി വ്യാപരിച്ച് വെളിപ്പാടുകൾ ഇന്ന് രാത്രി കാണട്ടെ. ദർശനങ്ങൾ കാണുവാൻ ജനത്തിന് കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കണമേ. ഇരുട്ടേറിയ അവസ്ഥകൾ മാറട്ടെ. വെള്ളി വെളിച്ചം ഇന്ന് രാത്രി പ്രകാശിക്കട്ടെ. വെളിപ്പാടിലേക്ക് കൊണ്ടുവരണമേ. വെളിപ്പാടിലേക്ക് ജനത്തെ കൊണ്ടുവരണമേ. ദർശനങ്ങൾ ഇന്ന് രാത്രി കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം പ്രാപിക്കാത്ത ഒരാൾ പോലും ഇതിനകത്തുണ്ടാകരുത്. അഭിഷേകത്തിന്റെ ശക്തി. Yes, 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 yes. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. പോരാ 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 പോരാ. ഉടരബരിബലബ ശൗഡബരിബലബ രഗദല അടദാ രിഗന ധിഗല രഗദ രഗയ ദേ രിഗലഗ രഗഡഗ രഗദന വൈശഗ രാദല ദക്ഷഗദഗ രഗഡഗ രഗദല ദബരാദല ജാനഗ രിഗുഡഗ രഗദന ദേ രിഗദേ രിഗയ രഗഡ രഗദ ദക്ഷഗദഗ രിഗുഡ മനാലഗ ശംധല ദിഗലഗ ദക്ഷഗദഗ രിഗുഡഗ രഗദ ദേ രിഗമ രഗദ ശഗദ രഗദ ദേ രിഗഡഗ ജഗനഗ ശംധല ദിഗലഗ ദബരാദല ജാനഗ. യെസ് 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 യെസ്. ഇന്ന് രാത്രി കർത്താവേ, അന്യഭാഷയുടെ ശക്തി നാവുകളിലേക്ക് വ്യാപരിക്കട്ടെ. പെന്തക്കോസ്ത് നാളിൽ അഗ്നി നാവുകൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ഈ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി മലിനതകൾ മാറി, അശക്തികൾ മാറി, ബലഹീനതകൾ മാറി, ജനം ബലമേറ്റെടുക്കുന്ന രാത്രിയായി ഭവിക്കട്ടെ ഈ രാത്രി. വചനാത്മാവ് നാവുകൾ ചലിക്കട്ടെ ഇന്ന് രാത്രി. നഷ്ടപ്പെട്ടു പോയ കൃപയിലേക്ക് ജനത്തെ മടക്കി വരുത്തണമേ. നഷ്ടപ്പെട്ടു പോയ കൃപയിലേക്ക് ജനത്തെ മടക്കി വരുത്തണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകത്തിലേക്ക് ജനരെ മടക്കി വരുത്തണമേ. യേശുപ്പച്ച, നഷ്ടപ്പെട്ടു പോയ കൃപാവരത്തിലേക്ക് ജനത്തെ മടക്കി വരുത്തണമേ. ഇന്ന് രാത്രി ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ മാറട്ടെ. ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. പിശാച് ലജ്ജിച്ച് തല താഴ്ത്തുന്ന രാത്രിയാകട്ടെ. അവൻ പല്ലുകടി ചുരുങ്ങി പോകുന്ന രാത്രിയാകട്ടെ. ഇരുമ്പോടാമ്പലുക തകർന്ന രാത്രി, താമര പൂട്ടുക തകർക്കപ്പെടുന്ന രാത്രി. ജനത്തിന്റെ നന്മയ്ക്കെതിരെ, ഭാവിക്കെതിരെ, ഉയർച്ചയ്ക്കെതിരെ, സന്തോഷത്തിനെതിരെ പിശാച് കെട്ടിയ താമര പൂട്ടുക തകരട്ടെ. ദുഷ്ടന്റെ പദ്ധതികൾ തകരട്ടെ. ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിക്കപ്പെടട്ടെ. ദുഃഖത്തിന്റെ അമിക്കയറുകൾ രാത്രി അഴിയട്ടെ. യേശുപ്പച്ച, നിന്റെ ജനത്തിന്റെ വലങ്ങയ്ക്ക് പിടിക്കുന്നവരെ ഈ രാത്രി അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവശക്തി. ഇന്ന് രാത്രി ചില സ്പർശിക്കണമേ. കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കണമേ. നീരുറവകളെ കാണത്തക്കവണ്ണം കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കണമേ. യേശുപ്പ, കണ്ണുകളെ തുറക്കണമേ കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ പ്രാപിച്ച ദൈവകൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞവരെ ഈ രാത്രി ഒന്നുകൂടെ പുതുക്കി പണിയണമേ. പാത്രത്തെ, ഉടഞ്ഞുപോയ പാത്രത്തെ പുനർനിർമ്മിച്ചതുപോലെ ചിലരെ ഇന്ന് രാത്രി പുനർനിർമ്മിക്കണമേ. യേശുവിന്റെ നാമത്തിൽ നാവിന്റെ കെട്ടഴിയട്ടെ.
അന്യഭാഷ പ്രാപിക്കും, 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 പ്രാപിക്കും. യെസ്, 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 യെസ്. വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവേ, വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തതികൾക്കുമുള്ള ആത്മാവിന്റെ വാഗ്ദത്തം ഇന്ന് രാത്രി ഈ ജനത്തിന് മേൽ പകരേണ്ടതിനായി, ഈ നിന്റെ ദാസന്മാരുടെ മേൽ പകരേണ്ടതിനായി, സകല രോഗവ്യാധികൾ തകരേണ്ടതിനായി ഇപ്പോ ഹല്ലേലൂയ. യോഹന്നാന്റെ കയ്യിലേക്ക് ദൈവം കൊടുത്ത വെളിപ്പാട് ഈ ജനത്തെ ദുരിതത്തിലാക്കുന്ന, ജനത്തെ കഷ്ടത്തിലാക്കുന്ന, ജനത്തെ കടഭാരത്തിലാക്കുന്ന, അകാല വ്യാധികളിലേക്ക് കൊണ്ടുപോകുന്ന, അകാല മരണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന, കഞ്ചാവിനും ലഹരി മരുന്നുകൾക്കും അടിമകളാക്കി കൊണ്ടുപോകുന്ന, അനാവശ്യ പ്രേമങ്ങളിലും കുരുക്കുകളിലും കുരുക്കുന്ന ആ ദുഷ്ടപിശാചിനെ എന്നേക്കുമായി അവനെ ചങ്ങലക്കിടുന്ന വെളിപ്പാടാണ് യോഹന്നാന്റെ കയ്യിലിരിക്കുന്നത്. യെസ്, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലതിനെ പിടിച്ചു കെട്ടുന്ന രാത്രിയാണ് ഈ രാത്രി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിനെതിരെ പാഞ്ഞു വരുന്ന ദുഷ്ടനെ പിടിച്ചു കെട്ടുന്ന രാത്രിയാണ്. നിന്റെ ബുദ്ധിയെ കെടുത്തുവാൻ, നിന്റെ ശക്തിയെ കെടുത്തുവാൻ, നിന്റെ വരുമാനത്തെ കെടുത്താൻ പിശാച് ഓതി കെട്ടിയ സകലത്തെയും ഇന്ന് രാത്രി ചങ്ങലക്കിട്ട് ഈ 17ാമത്തെ രാത്രി വിടുതൽ പ്രഖ്യാപിക്കുന്ന രാത്രി. സ്തോത്രം, 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 സ്തോത്രം. 1-2 ദിവസത്തേക്കല്ല, 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ല, അവന് 1000 ആണ്ടേക്ക് ചങ്ങലക്കിടുന്ന വെളിപ്പാടാണ് തിരുവെഴുത്തി പറയുന്ന വെളിപ്പാട്. സ്തോത്രം. ചെയ്ത പാപങ്ങളെ വെളിപ്പെടുത്താതെ, ജീവിതത്തിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാതെ, അനുഗ്രഹത്തിന്റെ തലയെക്കുറിച്ച് വെളിപ്പാട് പറയുന്ന കള്ളപ്രവാചകന്മാരെ എന്നേക്കുമായി ചുരുട്ടിക്കെട്ടുന്ന വെളിപ്പാടാണ് യോഹന്നാന്റെ കയ്യിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തത്. ഈ ശുശ്രൂഷയും ഈ നന്മയെയും ധനാഗമനത്തിന് വേണ്ടി കണ്ടിട്ട് കൊടും പാപിയുടെ മുഖത്ത് നോക്കി നീ പാപം ചെയ്തു എന്ന് പരസ്യമായി പോലും പറയാതെ ബ്ലെസ്സിങ്ങിന്റെ ദൂത് പറഞ്ഞ്, അനുഗ്രഹത്തിന്റെ വാഗ്ദത്തം പറഞ്ഞ്, വാരല്ല തലയാക്കുമെന്ന് പറഞ്ഞ്, വിദേശ രാജ്യത്തിന്റെ മോഹന വാഗ്ദാനങ്ങളെ കാണിച്ച് ജനത്തെ നരകത്തിലേക്ക് പോകാൻ ഉത്സാഹിപ്പിച്ച കള്ളപ്രവാചകന്മാരുടെ ഉച്ചം തലയിൽ ആണിയടിക്കുന്ന വെളിപ്പാടാണ് ഈ വെളിപ്പാട്. സ്തോത്രം, സ്തോത്രം. ജനത്തിന് മാനസാന്തരം വരുത്തി കൊടുക്കാതെ, ഈ അടുത്ത കാലത്ത് സഭയുടെ പേര് ഞാൻ മറന്നുപോയി, ഞങ്ങളുടെ ചർച്ചിലുള്ള 2 പിള്ളേർ ഒരു ആരാധനയ്ക്ക് പോയിട്ടിനോടോ എന്ന് പറഞ്ഞതാണ്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, സിനിമയ്ക്ക് പോകുന്നത് തെറ്റില്ല, പക്ഷെ നിങ്ങൾ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് പോയാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ചില സീൻസൊക്കെ കാണുമ്പം നിങ്ങൾക്ക് വേറെ വല്ലതൊക്കെ തോന്നും. അതുകൊണ്ട് പൈസ കൊടുത്ത് ഇതിലൊരുത്തനെയും കൂടെ, 3-4 പാസ്റ്റർമാരുണ്ട്, അതിൽ ഒരുത്തനെയും കൂടെ കൊണ്ടുപോയി അവനെ കൂടെ അടുത്തിരുത്തിയാൽ ഈ സീനൊക്കെ കാണുമ്പോൾ വേറെ ഒന്നും വരത്തില്ല, അതുകൊണ്ട് കൊണ്ടുപോകണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുത്തെ ഒരു പ്രത്യേകത, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ഒരു പയ്യൻ ചോദിച്ചു, ലഹരിയൊക്കെ ഉപയോഗിക്കാമോ? അപ്പോൾ പറഞ്ഞു, മത്തനാകാതിരുന്നാൽ മതി, അങ്ങ് കുഴഞ്ഞ് വീഴാതിരുന്നാൽ മതി. ഈ പൊട്ടൻ പറഞ്ഞു കൊടുക്കുകയാണ് കഞ്ചാവ് ഔഷധമാണെന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഈ പിള്ളേരെവിടെ നിന്ന് ഇറങ്ങി ഓടി. സ്തോത്രം. ഇവന്മാരുടെ ഉച്ചം തലയ്ക്ക് ആണിയടിക്കുന്ന പ്രക്രിയയുടെ വെളിപ്പാടാണ് യോഹന്നാന്റെ കയ്യിൽ കൊടുത്തത്. കള്ളപ്രവാചകന്മാരെ ചുരുട്ടിക്കെട്ടുന്നതാണ് ഈ വെളിപ്പാട്. ദുരുപദേശം പറഞ്ഞ ആളുകളെ വഴി പിഴച്ച എന്ന് പറഞ്ഞാൽ സ്നാനം ഒന്നേ ഉള്ളൂ, പണ്ട് തളിച്ചോ അത് മതി, നിങ്ങൾ വേറൊന്നും വേണ്ട, ഇനി നിങ്ങളെ ഗ്ലോറി പറഞ്ഞ് ഇവിടെ ഇരുന്ന് കിട്ടുന്നതൊക്കെ ഇവിടെ കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞ കള്ളന്മാരെ വലിച്ച് കീറുന്ന വെളിപ്പാടാണ് ഇതിനകത്ത് വലിച്ചു. ഉപദേശം പറയേണ്ടടുത്ത് ഉപദേശം പറയാതെ, വെളിപ്പാട് പറയേണ്ടത് വെളിപ്പാട് പറയാതെ,
പാപബോധം വരുത്തേണ്ടത് പാപബോധം വരുത്താതെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന സകല പരമകള്ളന്മാരെയും ചുരുട്ടിക്കെട്ടി പിശാചിനോടൊപ്പം പാതാളത്തിൽ താർക്കുന്ന വെളിപ്പാടാണ് ഈ വെളിപ്പാട്. ആമേൻ. ഇവിടെ ദൈവത്തെ സേവിച്ചതിന് വരുന്ന ഈ പെന്തിക്കോസ്തുകാരനോട് നിനക്ക് ഒന്നും തരൂലടാ എന്ന് പറഞ്ഞ ചില മൂപ്പന്മാരുണ്ട്. നീ ചത്തുപോയി, അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം പിന്നെ രക്ഷിക്കപ്പെടാത്തമാർക്ക് കൊടുത്ത ചില തന്തമാര് അവരൊക്കെ മരിച്ചുപോയി. അപ്പൊ ഈ കിളവൻ വിചാരിച്ചത് ഇവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ ഇവരെല്ലാം കൂടെ അങ്ങ് തീർന്നു പോകുന്ന. ഈ ഭൂമിയിലും ദൈവം കൊടുക്കും. രാവിലെ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞില്ലേ, കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുമെന്നേ. ഹല്ലേലൂയ. കണക്ക് പറഞ്ഞാൽ ഒരു 1.5 ഏക്കർ സ്ഥലം എൻ്റെ അപ്പന് കിട്ടേണ്ടതായിരുന്നു. സഹോദരങ്ങളാരും കൊടുത്തില്ല. അതുകൊണ്ട് മക്കൾ തെണ്ടിപ്പോയൊന്നുമില്ല. വീതം വെച്ച് എടുത്തോമാരെക്കാളും അവരുടെ മക്കളെക്കാളും ഒരു പടി എല്ലാ നിലയിലും മുമ്പിൽ കൊണ്ടുവന്ന ദൈവത്തിനായി സ്തോത്രം. ആമേൻ. പക്ഷെ എനിക്ക് പറയാൻ ഇഷ്ടം ഇവിടുത്തെ ഭൂമിയും കെട്ടിടവും വീടും ഒന്നും അല്ല പറയാൻ ഇഷ്ടം. എന്താണെന്നറിയോ? ബൈബിൾ പറയുന്നു അവിടെ ശുദ്ധ പളുങ്ക് നദി. കുടിക്കണോ കുടിക്കാം, നീരാടണോ നീരാടാം. അങ്ങനെയുള്ള അപകടമില്ലാത്ത, മരണമില്ലാത്ത, അടിയൊഴുക്കില്ലാത്ത ശുദ്ധ പളുങ്കിൻ. മനസ്സില്ലാ മനസ്സോടെ ചിലർ കുണുക്കൊക്കെ മാറ്റി ഇപ്പോഴും വെപ്രാളപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഓ, മാറ്റണ്ടായിരുന്നു, വേണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പം ഇട്ടിരിക്കുന്നവർക്ക് തോന്നും ഇങ്ങേര് നമുക്കിട്ട് ചൊറിയാണെന്ന്. കേട്ടോ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മനസാക്ഷിയില്ലാത്ത മൂരാച്ചിയൊന്നുമല്ല ഞാൻ ഈ ഭൂമി ജീവിക്കുന്നയാളാ. സ്വർണം എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. വെള്ളിയും വൈഡൂര്യ രക്തമൊന്നും എനിക്ക് ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. എനിക്ക് അവയോട് ഒരു വെറുപ്പുമില്ല. പക്ഷേ ഇതിനെന്തൊരു കുഴപ്പമുണ്ട്. എനിക്കിതിനോട് വെറുപ്പൊന്നുമില്ല. സത്യം വൈദ്യപാസ, എനിക്കിതിനോട് ഒരു വെറുപ്പുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, സ്വർണം ഊരിയത് കൊണ്ട് സ്വർഗത്തിലും പോകത്തില്ല. ഊരിയത് കൊണ്ട് സ്വർഗത്തിലും പോകത്തില്ല, ഇട്ടതുകൊണ്ട് നരകത്തിലും പോകില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇതിനെന്തൊരു കുഴപ്പമുണ്ടെന്നേ. അതെന്താണ് കുഴപ്പമെന്ന് എനിക്ക് ഇന്നുവരെ പിടിയിട്ടില്ല. ഞാൻ രാവിലെ എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞല്ലോ, എനിക്ക് വലിയ അറിവ് കുറവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് കിട്ടിയ എന്നോട് പറയണം. ഇതിന് കുഴപ്പമുണ്ടെന്ന് പറയാൻ കാരണം, ഒരിക്കൽ ഞാനൊരു സ്കാൻ സെന്ററിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആഭരണമൊന്നും പറ്റത്തില്ല, അതെല്ലാം ഊരി മാറ്റിയിട്ട് കയറി വരാൻ പറഞ്ഞു. അപ്പോഴും മുതൽ, ഇത് കുറേ വർഷങ്ങളായി, അപ്പോഴും മുതലാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്തോ ഇതിനൊരു ചുഴിക്കുറ്റമുണ്ടെന്ന്. പ്രൈസലോ. ലേബർ റൂമിനകത്ത് കയറി കുഞ്ഞുങ്ങളെ പ്രസവിച്ച അമ്മമാർ മാത്രം ഒന്ന് കൈവക്കിക്കേ. ഇതിനകത്ത് എൻ്റെ ചേട്ടൻ, എൻ്റെ ചക്കര പൊന്നാര ചേട്ടൻ കെട്ടിയ താലിയാണ്, മാറ്റില്ലെന്ന് പറഞ്ഞ് ഇന്ന് വരെ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്തോട് കയറ്റിയിട്ടുണ്ട്. അതും പോട്ടെ, അത് ചില വല്ലവരും പറിച്ചുകൊണ്ട് പോകുന്നു, അതും പോട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇത് അലോഡാണോ? പ്രധാനപ്പെട്ട MRI പോലുള്ള സ്കാനിനകത്ത് ഇത് അലോഡാണോ? അതാ ഞാൻ പറഞ്ഞത്, ഇതിനെന്തോ കുഴപ്പമുണ്ട്. എനിക്ക് വാസ്തവത്തിൽ, നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കാൻ ചെയ്യരുത്, എനിക്ക് 2 പെൺകുട്ടികളാണ്. എൻ്റെ പിള്ളേർക്ക് ഒരു 10-25 പവനോ ഒക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ള സ്ഥിതിയും സാഹചര്യമൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഉണ്ട്. ഇനി എത്ര വില കൂട്ടിയാലും 50 വരെ വാങ്ങിച്ചിടാനുള്ള ശേഷിയൊക്കെ ദൈവമുണ്ട്. പക്ഷെ ഞാൻ വാങ്ങാത്തതും ഇടാത്തതും ഇത് അശുദ്ധി ആയതുകൊണ്ടല്ല, ഇതിനെന്തോ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാണ്. സത്യം, ഇതിനെന്തോ ഒരു ചുഴിക്കുറ്റം ഇതിനുണ്ട്. മനുഷ്യർ തെറ്റിയത് മുഴുവനും മണ്ണും പൊന്നും പെണ്ണിൻ്റെയും പേരിലാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത് പറയാൻ വേണ്ടിയാണ് അങ്ങേര് നേരത്തെ പൂശിയത്. സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ പുൽപ്പറ്റിൽ നിന്ന് വേണ്ടാധീനം പറയുന്ന ആളല്ല, അറിഞ്ഞും കൊണ്ട് പറയുന്ന ആളല്ല. എനിക്കിതിനോടൊരു വെറുപ്പുമില്ല. ഇതെല്ലാം മാറ്റി ആരും അഹങ്കരിക്കേണ്ട. ഇത് മാറ്റിയതുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു കുടിച്ച വെള്ളത്തിൽ വിചാരിക്കുകയും വേണ്ട.
ഏതെങ്കിലും സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് നരകത്തിൽ പോകുമെന്ന് പറയാൻ ഞാൻ ആളല്ല. കാരണം കർത്താവ് ഹൃദയങ്ങളെ നോക്കുന്നത്. പക്ഷെ ഇതിന് കുഴപ്പമുണ്ട്. കുഴപ്പമില്ലായിരുന്നെങ്കിൽ MRI സ്കാനിന് പോകുമ്പം അത് ഇട്ടുകൊണ്ട് കയറ്റിയേനെ, ലേബർ റൂമിൽ ഇതിനെ അനുവദിച്ചേനെ, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇത് അനുവദിച്ചേനെ. എന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം. ഇനി വേറെ എല്ലാം പോട്ടെ. നമ്മൾ എയർപോർട്ടിലോ അല്ലെങ്കിൽ ഈ സ്കാനർ മെഷീനുള്ള സ്ഥലത്തൂടെ നിങ്ങൾ ഇതിട്ടുകൊണ്ട് പോകുമ്പോൾ കീ യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കള്ളാന്നെന്തോ വിളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഫീൽ ചെയ്തത് കള്ളാന്ന് എന്തോ ഒരു ആ ശബ്ദം തന്നെ എന്തോ ഒരു നമ്മളെ കളിയാക്കുന്ന പോലത്തെ ഒരു വാക്കാണ്. ഞാനൊക്കെ നടന്നു പോകുമ്പം ഞാൻ എൻ്റെ ഭാര്യയും മക്കളും കൂടെ എയർപോർട്ടിൽ ഇതിനകത്ത് ഇവിടെ കയറി പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് വരെ ഞങ്ങളെ കണ്ടു ഒന്നും കീക്കി അടിച്ചിട്ടില്ല. സ്തോത്രം. അപ്പം ചിലർക്ക് ഇതിനോടൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷെ വേർപാടിൻ്റെ ഭാഗമായി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചിലരിതിനെ മാറ്റി. ചിലതിനെ മാറ്റി. ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഭാരപ്പെടുകയൊന്നും വേണ്ട. നീ നടക്കുന്ന സ്ഥലത്ത് ഞാൻ കല്ലും പിന്നെ എന്താ പറയുക സിമൻറ്റും ഒന്നും അല്ല ഇട്ടിരിക്കുന്നത്. ഒന്നാം തരം വൈഡൂര്യവും രത്നത്തിൻ്റെയും മണ്ടയിൽ കൂടെ നിനക്ക് ചവിട്ടിപ്പോകാനുള്ള ഭാഗ്യം ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വെളിപ്പാടാണ് ഈ പുസ്തകം. സ്തോത്രം. ഇവിടെ കർത്താവിനെ സേവിച്ചതിൻ്റെ പേരിൽ കയ്പ് വെള്ളം കുടിക്കേണ്ടി വന്ന നിനക്ക് വേണ്ടി അവൻ ശുദ്ധ പളുങ്കിൻ നദി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞ വെളിപ്പാടാണ്. ആത്മീയാർത്ഥത്തിൽ കൈപ്പേറിയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ, ജീവിതത്തിൽ കയ്പ് കുടിച്ച് ജീവിക്കുന്ന സഹോദരി സഹോദര, ജീവിതത്തിൽ എൻ്റെ ജീവിതം കയ്പായി പോയല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, കുടിക്കുന്ന വെള്ളത്തിന് സ്വസ്ഥത ഇല്ലാത്തവനായി പോയല്ലോ എന്ന് വേദനിക്കുന്ന നിന്നോട് ദൈവാത്മ പറയുന്നത്, നിനക്ക് കുടിക്കാൻ ശുദ്ധ പളുങ്കിൻ നദി ദൈവത്തോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. വേർപാടിന്റെ പേരിൽ കൊടുക്കും ഇതെല്ലാം മാറ്റി. ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കുന്നു. നല്ല മനസ്സോടെ അല്ലെങ്കിലും മാറ്റേണ്ടി വന്ന നിനക്ക് വേണ്ടി നീ നടന്നു പോകുന്ന വഴിയിൽ ഈ ഊരിക്കളഞ്ഞതിനേക്കാൾ കോടി വിലയുള്ള സാധനം പരവതാനി പോലെ വിരിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ മണ്ടേ കൂടെ നടക്കാനുള്ള ഭാഗ്യം ഒരുക്കി വെച്ച വെളിപ്പാടുള്ള പുസ്തകത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി ഇരു കരയിലും ഇവിടെ ഒരു നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ച് തിന്നാൻ പറ്റത്തില്ല, ഉള്ളതെല്ലാം വിഷമാണ്. ഇപ്പം ഏത് ഇതിനൊന്നും ഒരു പിടിയില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് ഉപ്പിലൊക്കെ ഇട്ട് കഴുകിയൊക്കെയാണ്. ഇടയ്ക്ക് ഒരാൾ മാങ്ങ കൊണ്ടിട്ട് ഉപ്പ്, അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു ആരോ പറഞ്ഞൊന്ന് ഉപ്പിലിട്ട് കഴിയാൻ. ഇത് തൊലിപ്പുറത്തുള്ളതല്ലേ പോകൂ. ഈ വിഷം സ്വാഭാവികമായി ഇതിൻ്റെ അകത്താണ്. ഞാൻ ഈ അടുത്ത കാലത്ത് കടയിൽ നിന്നൊരു പപ്പാങ്ങ മേടിച്ചു. അപ്പോൾ അത് ഏകദേശം 1.5 ആഴ്ച ഇരുന്നപ്പോഴും മൊത്തം പഴുത്തിട്ടും ഇത് നോക്കിയപ്പം അളിഞ്ഞു പോയില്ല. മെനഞ്ഞാന്ന് 2 നാടൻ പപ്പങ്ങ കൊണ്ടുവന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പോയപ്പോഴത്തേനൊരു പരുവായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതിനെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കയറ്റാന്ന്. 2 അരി അരിഞ്ഞതും ക്ലിക്കരെ അങ്ങ് പോയി. ഞാൻ പറഞ്ഞ പിടി കിട്ടിയോ? അവർക്ക് മനസ്സിലായല്ലോ. മക്കളുമാർക്ക് നിങ്ങൾക്ക് പിടി കിട്ടിയോ? ഇതാണ് മരുന്നിൻ്റെ ഗുണം. മരുന്നിട്ടത് പാറ പോലെ ഇരിക്കുന്നു, മരുന്നില്ലാത്തത് അളിഞ്ഞുപോയി. നമ്മൾ വിചാരിക്കുന്നത് നല്ല കല്ല് പോലെ, ഇത് നല്ല കൂടിയ സാധനം എന്നാണ്. അതിനകത്താണ് കൂടിയ മാരക വിഷമുള്ളത്. സ്തോത്രം. ആപ്പിൾ തിന്നണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ഡയബറ്റിക് പറഞ്ഞു തൊട്ടേക്കരുത്, നാളെ ഞാൻ 450 അല്ല 550 ചാടിക്കളയുമെന്ന് പറയാൻ. അതുകൊണ്ട് ഒന്ന് കടിച്ചു അങ്ങ് വെച്ചു. നല്ല ഒന്നാന്തരം, ഈ ഉപവാസത്തിനിടയിൽ പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും സ്തോത്രം, ഉപവസിക്കുന്നവരെ ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. നല്ല ഒന്നാന്തരം പൂവമ്പഴമൊക്കെ തിന്നണമെന്ന് തോന്നും. പക്ഷെ സംഗതി ഡയബറ്റിക് പറഞ്ഞു തൊട്ടാൽ നാളെ നീ ആശുപത്രിയിലാവുമെന്ന്.
അതുകൊണ്ട് അത് തൊട്ടില്ല. ഇച്ചിരി ബീഫ് കഴിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ യൂറിക് ആസിഡ് പറഞ്ഞു തൊട്ടാൽ ഞാൻ ശരിയാക്കി കളയുന്നു. നല്ല പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇച്ചിരി മുന്തിരിയൊക്കെ ചോദിച്ചു ഉച്ചയ്ക്കൊക്കെ ഒന്ന് കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി. അപ്പം ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഉള്ളത് വിഷം, കഴിക്കാൻ പറ്റുന്നവന് വിഷം കഴിക്കേണ്ടി വരും. ഇനി കഴിക്കണം തോന്നുന്നവന് എന്താ പ്രശ്നം? ഡയബറ്റിക്കും കാറും പ്രഷറും ഷുഗറും എല്ലാം കൂടെ. തമ്പുരാൻ പറഞ്ഞു, എടാ ഇവിടെ കഴിച്ചില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ കഴിക്കാൻ പറ്റില്ലെന്ന് ഓർത്ത് നീ ഭാരപ്പെടണ്ട. നീ ഇവിടെ വരുമ്പോൾ നിനക്ക് കഴിക്കാൻ ഇരു കരകളിലും, തൂക്കി വാങ്ങാനല്ല, നിനക്ക് നിലത്ത് നിന്നുകൊണ്ട് അടുത്ത് കഴിക്കത്തക്ക നിലയിൽ ഇരു കരകളിലും അനുഗ്രഹിക്കപ്പെട്ട ഫലവൃക്ഷങ്ങൾ നിർത്തിയിട്ടുണ്ട്. ഫ്രൂട്ട്സിന്റെ ഒരു വലിയ മായാജാലം. ഹല്ലേലൂയ. ഫ്രൂട്ട്സിന്റെ ഒരു മായാജാലം തീർത്തിരിക്കുന്നതിന്റെ വെളിപ്പാടാണ് യോഹന്നാന് ദൈവം കൊടുത്തത്. ഇനി ഒരു വാക്കുകൂടി പറഞ്ഞ് തൽക്കാലം അത് വിടാം. ഇവിടെ ചിലത് തിന്നാൽ രോഗിയാവും, അല്ലേ? ചിലത് കഴിച്ചാൽ രോഗിയാവും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, നിന്റെ രോഗശാന്തിക്ക് ഉതകുന്നതിനെ ദൈവം അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്ന വെളിപ്പാടാണ് ഈ വെളിപ്പാട്. രാമേം പറയാമോ? രാമേം പറയാമോ? നിന്റെ രോഗശാന്തിക്കുള്ളതിനെ അവിടെ നിനക്കൊണ്ടെന്ന് പറയുന്ന വെളിപ്പാടാണ് വെളിപ്പാട്. രോഗശാന്തിക്കുതകുന്ന ഫ്രൂട്ട്സ് വരുത്തിയിട്ടുള്ള വെളിപ്പാടാണ് ഈ വെളിപ്പാട്. രോഗശാന്തിക്കുള്ള സസ്യങ്ങളെ ദൈവം നിനക്കായി കയ്യെത്തും ദൂരത്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ പേരാണ് വെളിപ്പാട്. ആ വെളിപ്പാടാണ് യോഹന്നാന് ദൈവം കൊടുത്തത്. അത് കൊടുക്കാനാണ് ഇവനെ പത്മോസിൽ കൊണ്ടുപോയത്. ചെല്ലു പറഞ്ഞല്ലോ തട്ടിക്കളയോന്ന്. യേശുക്രിസ്തുവിൻ്റെ ബാക്കി എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷിയായപ്പോൾ യോഹന്നാൻ മാത്രം വെളിപ്പാട് എഴുതി തിരിച്ചു വന്നിട്ട് 3 ലേഖനം എഴുതി കൊടുത്തിട്ട് പൂർണ്ണ വാർദ്ധക്യത്തിൽ തിളച്ച വെള്ളത്തിന് ഇട്ടുകൊടുത്തില്ല, എണ്ണയ്ക്ക് ഇട്ടുകൊടുത്തില്ല. അവനെ പത്മോസ് എന്ന് പറയുന്ന മരണദ്വീപിന് അവനെ വിട്ടുകൊടുത്തില്ല. ദൈവം ഉദ്ദേശിച്ച കാര്യം മുഴുവന് ചെയ്ത് തീർത്ത് പൂർണ്ണ വാർദ്ധക്യത്തിൽ വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെട്ടാലുള്ള ഗുണം, രൂപാന്തരപ്പെട്ടാലുള്ള ഗുണം, ദൈവത്താൽ നവീകരിക്കപ്പെട്ടാലുള്ള ഗുണം ഇന്ന് രാത്രി ഇതാണ്. അപ്പോൾ ചിലർക്ക് തോന്നും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണോ എന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി പറയാൻ നിന്നാൽ ഒത്തിരി സമയം അങ്ങ് പോകും. എങ്കിലും ഞാൻ പെട്ടെന്ന് കമ്പിവാചകത്തിൽ 2 വാക്ക് പറഞ്ഞിട്ട് ആരാധനയ്ക്ക് ഒരു സമയം എടുക്കുകയാണ്. തിരുവചനം നമ്മൾ വായിക്കുമ്പോഴേ ബൈബിൾ പറയുന്നത്, ഈ യോഹന്നാൻ സ്നാപകൻ ഒരിക്കൽ പറഞ്ഞു, അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഓർത്ത് നിങ്ങൾ ഞെളിയൊന്നും പാരമ്പര്യം പറഞ്ഞ ആരും ഇവിടെ എന്ത് ചെയ്യണ്ട. ഹലോ, എൻ്റെ പാരമ്പര്യം ഇന്ന പാരമ്പര്യമാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ വലിയ IPC-കാരനാണ്, ഞാൻ വലിയ AG-കാരനാണ്, ഞാൻ വലിയ കൊമ്പത്തെ പുള്ളിയാണെന്നൊന്നും നീ പറയൊന്നും വേണ്ട. അങ്ങനെ മഹാത്മ്യം പറയത്തക്ക ഒന്നും നിന്റെ കയ്യിലില്ല. എൻ്റെ അപ്പൻ ഇന്നാരാണ്, ഞാൻ ഇന്നടത്താണ് ജനിച്ചത്, എനിക്ക് ഇന്ന പശ്ചാത്തലം ഉണ്ടെന്ന് പറയാൻ ഒരു യോഗ്യത നിനക്കില്ല. യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ നിന്നുകൊണ്ട് കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു, അബ്രഹാം എനിക്ക് പിതാവായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരുത്തനും ഞെളിയാൻ നിൽക്കണ്ട. ചവിട്ടി നിൽക്കുന്ന കല്ലിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. പിന്നെ നിന്റെ ഗർഭത്തെ അടയ്ക്കാൻ ഏത് ദുഷ്ടശക്തിക്കാണ് കഴിയുന്നത്? നിന്റെ സന്താന പുട്ടിയെ തടയാൻ ഏത് ദുരാത്മാവിനാണ് കഴിയുന്നത്? ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കൃപ 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 കൃപ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പുത്രോത്പാദനത്തിന്റെ ശക്തിയെ ദൈവത്തോടുന്ന രാത്രിയാണ് ഈ രാത്രി. സന്താന പുട്ടിക്കെതിരെ, ഉള്ളതിനെ രോഗിയാക്കുന്ന പൈശാചിക ശക്തിക്കെതിരെ ദൈവാത്മാവിന് രാത്രി ചലിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നിന്റെ കുടുംബത്തിനകത്ത് ആരുടെങ്കിലും, വിവാഹിതരായ കുടുംബത്തിനകത്ത് മകന്റെയോ മകളുടെയോ ജീവിതത്തിൽ പുത്രോത്പാദനത്തിന്റെ ശേഷിയെ പിശാച് മരവിപ്പിച്ചെങ്കിൽ, ഈ വെളിപ്പാടിന് രാത്രി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടഞ്ഞ ഗർഭത്തെ തുറക്കുന്ന രാത്രിയാണ് ഈ രാത്രി.
ഞാൻ ഈ പറയുന്നത് കുറിച്ചു വച്ചോണം. ഈ പറയുന്ന വെളിപ്പാട് കുറിച്ചു വച്ചോണം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള കർത്താവ്, ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ പര്യാപ്തനായ ദൈവകൃപ ഈ രാത്രി അത്ഭുതകരമായി ചലിക്കുകയാണ്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഈ കല്ലുകളിൽ നിന്നും മക്കളെ ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തിന് നിന്റെ വീട്ടിലൊരു സന്താന പുഷ്ടി വരുത്താൻ കഴിയാതായോ? അതിനെന്റെ ദൈവം അസാധ്യതയുള്ളവരാണോ? ഇന്ന് രാത്രി പറ, അല്ല 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 അല്ല, എൻ്റെ ദൈവത്തിന് സകലത് കഴിയും. ഇനി ഉള്ളതിനെ ബലഹീനമാക്കി നിരന്തര രോഗം കടത്തിവിട്ട് ബുദ്ധിയെ കെട്ടി ശക്തിയെ കെട്ടി വിദ്യാഭ്യാസത്തെ ഇല്ലാതെയാക്കി ഒരു എന്താ പറയുക, ഒരു ദുർബലതയുടെ അവസ്ഥയിലാക്കിയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വെളിപ്പാട് പറയുന്നത് അതിന് പരിഹാരം വരുത്താൻ ദൈവത്തിന് കഴിയും. കഴിയും, കഴിയും. രോഗശാന്തിയുടെ വൃക്ഷത്തെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് പാരമ്പര്യം പറഞ്ഞൊന്നും അഹങ്കരിക്കണ്ട. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ചില സഭകളിൽ പറയും, എൻ്റെ അടുത്ത് അങ്ങേര് മുട കാണിച്ചാൽ ഞാൻ 10 എണ്ണത്തിനെയും കൊണ്ടുപോകുമെന്ന്. അങ്ങനെ പോയ മന്നന്മാരുമുണ്ട്. 10 അല്ല 50 കൊണ്ടുപോയാൽ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിവുള്ള ദൈവത്തിന്, ഈ വെള്ളനാട് കമ്പനിമുക്ക് പ്രദേശത്തുള്ള മുഴുവൻ ഭൂതവേദ പിശാചുക്കൾ മുഴുവനും ഒരുമിച്ച് കൈകോർത്ത് അട്ടഹസിച്ചാലും ദുഷ്ടൻ പല്ലുകടി ചുരുക്കത്തക്കവണ്ണം അവൻ്റെ സർവ്വ ആശയും നശിക്കത്തക്കവണ്ണം. രാവിലെ ഞാൻ പറഞ്ഞ വെളിപ്പാട് ഓർമ്മയുണ്ടോ? ഞാൻ രാവിലെ പറഞ്ഞ വെളിപ്പാട് ഓർമ്മയുണ്ടോ? കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത വർഷം ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന ഈ സ്ഥലം പോരാതെ വരും. കാരണം ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ഇനി അതും പോട്ടെ, യോസേപ്പുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന മറിയ എന്ന ഒരു പാവപ്പെട്ട യുവതി ഒരു ദിവസം അവിടെ ഇരുന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ അടുത്ത് വന്നിട്ട് മറിയ എന്നൊരു വിളി. ഇവള് തിരിഞ്ഞു നോക്കി, ദൈവത്തിന് ദൂതനെ കണ്ടു. ദൂതൻ അവളോട് പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ നിഴലിടും, നീ ഒരു വിശുദ്ധ സന്തതിക്ക് ജന്മം കൊടുക്കുമെന്ന് പറഞ്ഞു. അടുത്ത അവളുടെ ചോദ്യം, ഞാൻ പുരുഷനെ അറിയായകയാൽ അത് എങ്ങനെ സംഭവിക്കും എന്ന ചോദ്യം. അതിന് ഉത്തരം പരിശുദ്ധാത്മാവ് നിഴലിടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി സംഭവിക്കുന്നതിനപ്പുറത്ത് അസ്വാഭാവികമായി ചെയ്യാൻ ആർക്ക് കഴിയും? പരിശുദ്ധാത്മാവിന് കഴിയും. ഈ 17-ാമത്തെ ഈ രാത്രി ദൈവത്തോട് പറയുമോ, പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവേ ഈ മൺകൂടാരത്തിന് മേലൊന്ന് ഇറങ്ങണമേ. കുഞ്ഞുങ്ങളെല്ലാവരും ഇത് ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള മക്കളുമാർ എത്ര പേര് രാത്രി പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ എൻ്റെ മേലൊന്ന് നിഴലിടണമേ, എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ. എത്ര സഹോദരി സഹോദരന്മാർ പറയും, പരിശുദ്ധാത്മാവ് എൻ്റെ മേലൊന്ന് ഇറങ്ങണമേ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു യോഗത്തിന് നമ്മുടെ കണ്ണൂര് കേളകം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു യോഗത്തിന് പോയി. പാസ്റ്റർ ശശി ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ്റെ അടുത്തൊരു യോഗത്തിന് പോയി. യോഗത്തിന് പ്രസംഗിച്ചു. പക്ഷെ എനിക്കൊരു തൃപ്തിയായില്ല. അവർക്ക് ഭയങ്കര തൃപ്തിയായി, പക്ഷെ എനിക്ക് എൻ്റെ ഒരു അതൃപ്തി എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം രാത്രിത്തെ വണ്ടിക്ക് എനിക്ക് തിരിച്ചു വരണം. ഞാൻ അവിടെ നിന്ന് വെപ്രാളപ്പെട്ട് ഇറങ്ങിച്ചോട്ട് വരുമ്പോൾ ഒരാൾ ഓടി എൻ്റെ അടുക്ക വന്നു. ഞാൻ ഈ പ്രസംഗിച്ച ബലത്തോടെ ഇറങ്ങി വരിക. ഒരാൾ ഓടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് അപ്പോഴും നിയോഗം തോന്നി. വേദപുസ്തകം ഇങ്ങനെ പിടിച്ചു, ഇദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് നിർത്തി. അപ്പം ശശി ജോസഫ് പാസ്റ്റർ മോൻ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ഇവൻ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷേ വൈകുന്നേരം 4 മണി മുതൽ ഇവൻ പരിശ്രമിച്ചിട്ടും പരിശ്രമം നടക്കുന്നില്ല. ഇവനൊരു വെപ്രാളം, ഒരു വല്ലാത്തൊരു പരവേശം, ചാകാൻ തീരുമാനിച്ചു. ഒടുവിൽ ഇവനൊരു തോന്നി, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ശശി ജോസഫ് പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് വന്ന വരവാണ്. ഇവൻ ക്രിസ്ത്യാനിയല്ല, ദൈവമായിട്ട് ഒരു ബന്ധമുള്ളവനല്ല, ഒരിക്കൽ പോലും പള്ളിയിൽ കയറിയിട്ടുള്ളവനല്ല. അന്നും പള്ളിയുടെ മുറ്റത്ത് വെച്ചാണ് സംസാരിക്കുന്നത്.
സഹോദരങ്ങളെ, ഈ ഇങ്ങനെ ചേർത്ത് പിടിച്ചത് ദൈവത്തിൻ്റെ ആത്മ ഇവരങ്ങ് കുലുങ്ങി. കാരണം ഞാൻ ഈ പ്രസംഗിച്ചൊരു ആത്മബലത്തോടെ ഇറങ്ങി വരികയല്ലേ, ഇവരങ്ങ് കുലുങ്ങി. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നതിന് ഇവരോട് ഒരു 5 മിനിറ്റ്. ഞാൻ പറഞ്ഞു, സഹോദര, നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, ഒരിക്കലും നീ ആത്മഹത്യ ചെയ്യരുത്. സഹോദരങ്ങളെ, ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞതും ഇവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് വിഷം എടുക്കുകയാണ് അവൻ പറഞ്ഞു 4 മണി മുതൽ ഞാൻ ശ്രമിക്കുകയാണ് കുടിക്കാൻ. കുടുംബ വീട്ടിൽ ആരുമില്ല, ആ കുടുംബ വീട്ടിൽ പോയി കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ ജീർണിച്ചാൽ പോലും ആളുകൾ അറിയത്തില്ല. വൈജ് പാസ്റ്റർക്കൊക്കെ അറിയാം, അവിടെ ഒരു വീട് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വീടാണ്. ആരും ആരുടെ വീടുകളിലൊന്നും ആവശ്യമില്ല, അതൊന്നും പോകത്തില്ല. സ്തോത്രം. പക്ഷെ മരിക്കാൻ പറ്റിയില്ല. അവൻ്റെ ഉള്ളിലൊരു തോന്നൽ, പ്രാർത്ഥിച്ചിട്ട് പോയി ഇതാവണമെന്ന്. ഞാൻ ഗസ്റ്റാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നതല്ല. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? ദൈവാത്മാവിനെ വിവേചിച്ചു. ആ നിമിഷം അവിടെ വച്ച് ആ വിഷകുപ്പിയെടുത്ത് ദൂരെ കളഞ്ഞ്, ഇനി എന്തു വന്നാലും ദൈവം ആയുസ് എടുക്കുന്നവരെ ജീവിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അവനെ കൊണ്ട് തിരിച്ച് ഞാൻ പള്ളിക്കകത്ത് വന്ന് ശശിപാസ്റ്റർ കയ്യിലോട്ട് ഇവനെ ഏൽപ്പിച്ച ഒരു വാക്ക് സ്തോത്രം പറഞ്ഞിട്ട് പോയി. കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഭിഷേകം പ്രാപിച്ചെന്ന്. ഹല്ലേലൂയ. ആ അഭിഷേകം പ്രാപിച്ചു. മെയ് മാസത്തിൽ നടക്കുന്നൊരു 7 days ഫാസ്റ്റിംഗ് പ്രയർ സ്നാനപ്പെടാൻ പിണങ്ങിപ്പോയി അവൻ്റെ ഭാര്യയും മക്കളും തിരിച്ചു വന്നു. കുടുംബസമേതം സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അവൻ്റെ അപ്പൻ അറിയപ്പെടുന്ന മന്ത്രവാദിയാണ്, അറിയപ്പെടുന്ന മന്ത്രവാദിയാണ്. ആ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരാൻ ഇന്ന് രാത്രി സഹോദരി പരിശുദ്ധാത്മാവ് നിഴലിട്ടാൽ ദൈവത്തോട് പറയുമോ, പരിശുദ്ധാത്മാവേ ഈ മൺകൂടാരത്തിന് മേലൊന്ന് ഇറങ്ങണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലൊന്ന് വരണം. കണ്ണുകളെല്ലാം ഇന്ന് രാത്രി അടയട്ടെ.